2 സങ്കീർത്തനങ്ങൾ ദാവീദിൻ്റെ സങ്കീർത്തനം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ഈശോ പാടി നടന്ന ഒരു പ്രാർത്ഥനയാണ് സങ്കീർത്തനങ്ങൾ. അതിൽ വരാനിരിക്കുന്ന ഈശോയെ തന്നെയാണ് പറയുന്നത് എന്നത് ആദ്യത്തെ അറിവായിരുന്നു. 3, നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മൾ മക്കളെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ ആവലാതിപ്പെട്ട് നടക്കുമ്പോൾ ഈശോയുടെ അടുത്തിരിക്കുക. ഇന്നലെ ബ്രദർ പറഞ്ഞു, ഒന്നും പ്രാർത്ഥിക്കേണ്ട, വെറുതെ ഇരിക്കുക. ഈശോയുടെ അടുത്തിരിക്കുക. ചിലപ്പോൾ ഉറങ്ങിപ്പോകും, എന്നാലും വെറുതെ ഇരിക്കുക എന്നത് ഒരു പുതിയ അറിവായിരുന്നു. ഈശോ പ്രാർത്ഥിക്കും. നന്നായിരുന്നു. അതൊരു വലിയ അനുഭവമായിരുന്നു. തൊണ്ണൂറ്റിയേഴിലെ ബ്രദറിൻ്റെ ധ്യാനം ഞാൻ ലൂർദ് പള്ളിയിൽ കൂടിയിട്ടുണ്ട്. അന്നൊരു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് മനസ്സിലേക്ക് തോന്നിയ ഒരു അനുഭവം അന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ബ്രദറിനെ ദൈവശബ്ദത്തിൽ ഞാൻ കൂടിയിട്ടുണ്ട്. എന്നെ ബ്രദർ അറിയില്ല. പക്ഷേ ഇങ്ങനൊരു ഇതിൽ വേറെ ഒരു ഉൾക്കാഴ്ചയാണ്. നമ്മൾ സ്ഥിരം കാണുന്ന ധ്യാനത്തിൻ്റെ രീതിയിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു രീതിയിലാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. താങ്ക് യു.